ഓൺ ആൻഡ് ഓണിന്റെ 9E5 എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പം ഇതില് പേര് പറയുന്നത് പോലെ തന്നെ 9E5 എന്ന് പറയുന്ന പോലെ നമ്മളിൽ 9 lakh ഒറാക്കിൾ വാല്യൂ ഉള്ള ഒരു മികച്ച ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇപ്പൊ ഒറാക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഓക്സിജൻ റാഡിക്കൽ അബ്സോർബേഷൻ കപ്പാസിറ്റി എന്നൊക്കെ പറയും. നമ്മളിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഏതാന്നൊക്കെ വിചാരിക്കും. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരഘടനയെ കുറിച്ച് തന്നെ എടുക്കുകയാണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ്, ഒരുപാട് അവയവങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ബോഡി എന്ന് പറയുന്നത്. ആ ബോഡിയില് ആ ഓർഗൻസ് തന്നെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ടിഷ്യൂസ് കൊണ്ടാണ്, അല്ലെ? ഈ ടിഷ്യൂസ് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്? ഈ ടിഷ്യൂസിനെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ? കുറെ സെൽസ് കൊണ്ടാണ്. സെൽസ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? മോളിക്യൂൾസ്, ചെറിയ ചെറിയ മോളിക്യൂൾസ്, സ്മോൾ മോളിക്യൂൾസ് ചേർന്ന് ലാർജ് മോളിക്യൂൾസ്, ബിഗ് മോളിക്യൂൾസ്. ദെൻ ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആറ്റംസിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ശരീരഘടനത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ആറ്റം തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്താ? ട്രില്യൺസ് ഓഫ് ആറ്റംസ് കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആറ്റംസിന്റെ ഒരു ഘടന പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന്റെ പുറത്ത് ഒരു പ്രോട്ടോൺ, പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് ഉള്ളത്, അതിന്റെ പുറത്ത് ഒരു നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പെയർസ് മീൻസ് നമ്മളൊരു കൈകോർത്ത് പിടിക്കുന്നവർ രണ്ടുപേരും നിൽക്കുന്ന പോലുള്ള പെയർസ്. ഇനി ഇതില് നമുക്ക് ഒരു പെയർ പോയി കഴിഞ്ഞിട്ട് അത് ഒറ്റക്ക് നിൽക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്, അറ്റാക്കിംഗ് ടെൻഡൻസി കൂടുതലുണ്ടാവും അതിന്. അപ്പൊ അത് ഈ ഫ്രീ റാഡിക്കൽസിന് ഒരുപാട് അറ്റാക്കിംഗ് ടെൻഡൻസി പല പഠനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു, പല പല രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. നമ്മൾക്ക് ഉറക്കമില്ലായ്മ, ബ്രെയിനെ ബാധിക്കുന്നുണ്ട്, അൾഷിമേഴ്സ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ പല പല രോഗങ്ങള്, പിന്നെ ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബ്ലഡ് പ്രഷർ ഹൈ ആവുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്, ഇത് മുഖാന്തരം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പല രീതിയിൽ ഉണ്ടാവാം. നമ്മളുടെ ഭക്ഷണ രീതി ഉണ്ടാവാം, നമ്മളുടെ പുറമേ ഉള്ള ഇതുണ്ടാവാം, രാസവസ്തുക്കൾ കലർന്ന ഫുഡുകളിൽ നിന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയെ തന്നെ നമ്മളൊരു ആപ്പിൾ മുറിച്ച് വെച്ച് അറിയാം ഡാർക്ക് കളർ. കാരണം എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലും നടക്കുന്നത്. ഇങ്ങനെ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ പല പല രോഗങ്ങൾ, ഈ കുട്ടികളിൽ തന്നെ പല പല രോഗങ്ങൾ വരുന്നുണ്ട്. ക്യാൻസർ അല്ലെങ്കിൽ അറ്റാക്ക് വരെ 18 വയസ്സ് തുടങ്ങി തന്നെ അറ്റാക്ക് വരുന്നുണ്ട്. അങ്ങനെ പല രോഗങ്ങൾ കുട്ടികൾക്ക്. പിന്നെ ഏജിങ്, മുടി നരയ്ക്കല്, പെട്ടെന്ന് നമുക്ക് ഏജ് ഫീൽ ചെയ്യണം, ആവുന്നതിന് മുമ്പ് അങ്ങനെ ഏജ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പല പല രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പൊ ഇതിന് നമ്മൾക്കൊരു പരിഹാരം വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽസിന് നമ്മൾ ഒരു പെയറിനെ നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു പെയറിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫ്രീ റാഡിക്കൽസ് എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പേര് അതായിട്ട് റിലേറ്റഡ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ പകരം കൊടുക്കുന്നത് കൊണ്ട് അതാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മളുടെ എന്താ വെച്ചാൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരാനൊക്കെ കുറച്ച് പാടുണ്ട്. അങ്ങനെ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഈ ആന്റി ഓക്സിഡൻസ് അധികമുള്ള ഇപ്പൊ ഫുഡുകൾ പല പല സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് കിട്ടും. അപ്പൊ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഓൺ ആൻഡ് ഓണിന്റെ ഒരു പ്രോഡക്റ്റ്. ഇതിന് പറയുന്നത് 9 lakh ഒറാക് വാല്യൂ, ഇന്ത്യയിൽ ആദ്യം 9 lakh ഒറാക് വാല്യൂ ഉള്ള പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അഭിമാനിക്കാം, നമ്മളുടെ ഒരു പ്രോഡക്റ്റിനാണ് ഇത്രയും വലിയൊരു ഇത് കിട്ടുന്നത്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മിനിമം നമ്മളുടെ ഒരു 3000 to 5000 യൂണിറ്റ്സ് എങ്കിൽ ആന്റി ഓക്സിഡന്റ് ഇത് ഒറാക് വാല്യൂ നമ്മൾക്ക് വേണം എന്നാണ് പറയുന്നത് ഒരു ദിവസത്തിൽ. പക്ഷെ അതൊന്നും നമ്മളുടെ അത്രയും ഒന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റിൽ ഒരു സാഷെ പാക്കറ്റ് തന്നെ വരുന്നത്, ഇതിലൊരു സാഷെ പാക്കറ്റില വരുന്നത് നമുക്ക് ഒരു സിപ്പപ്പിന്റെ ഒരു ഇതില് ഒരു പാക്കറ്റ് വീതം അങ്ങനെ വരും.
അപ്പൊ അതിൽ നിന്നും നമുക്ക് തന്നെ 30,000 ഉറാക്കാൽ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന പറയണം. പക്ഷെ ഒരു പാക്കറ്റ് നമ്മൾ കഴിക്കുന്നത് 10 ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമായിരിക്കും ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ കുറെ കണ്ടന്റ്സ് അടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത് ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ എടുക്കുകയാണ് സ്ട്രോബെറി അതിലടങ്ങി. അതെന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ഒരുവിധം എല്ലാ രോഗങ്ങളെയും സംരക്ഷിക്കുന്നു ഈ സ്ട്രോബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് ബ്ലാക്ക്ബെറി. അതുപോലെ തന്നെ ക്രാൻബെറി നമ്മുടെ ഈ ആസ്മ, മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതെല്ലാം ക്രാൻബെറി. പിന്നെ ബ്ലൂബെറി എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആണത്. കാരണം നമ്മുടെ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറെ നാളത്തേക്ക് നമുക്ക് തള്ളി നീക്കാം ഇതുവഴി. പിന്നെ റാസ്ബെറി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് നാരുകൾ, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഫൈബർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും, നമ്മുടെ ദഹനമൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. പിന്നെ ഉള്ളതാണ് ഏറ്റവും നല്ലത് നെല്ലിക്കയെ കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ആയുർവേദത്തിൽ ഒരു രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ തരുന്നത് വിറ്റാമിൻ സി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഈ നോനിപ്പഴം അതെന്ന് പറയുന്നത് എന്താണ്, നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ളത്, അസിഡിറ്റി പ്രോബ്ലം, അൾസർ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നമ്മളെ സഹായിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കറ്റാർവാഴ, അതിൽ തന്നെ 200-ലധികം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതുണ്ട് കറ്റാർവാഴ. പിന്നെ ഇതിൽ പറയണത് നമുക്ക് പറയണത് വേറെ ഒന്ന് പറയാനും ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത് അറിയാം, കറുത്ത ഉണക്ക മുന്തിരിയാണത്. അതെന്ന് പറയുന്നതിൽ അതിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. നമ്മൾ പല ടൈപ്പ് ഉണ്ട്, B1, B2, B3, B5, B6, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനറൽസ്, മാഗ്നീഷ്യം, സൾഫർ, സിങ്ക്, അങ്ങനെയുള്ള പല ഇതടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ഈ ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ നല്ല രീതിയിൽ സഹായിക്കും, നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ആക്കാനായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇതുവഴി ഇതിൽ ഉള്ള ഒരു ഇത് കഴിക്കുന്നത് വഴി ഇതൊരു ആൻഡോസയാൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഘടകമുണ്ട്. അത് നമ്മളുടെ ഇതിന്റെ കൊളസ്ട്രോളിന്റെ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവിനെ കുറയ്ക്കുകയും നമ്മളുടെ നല്ല കൊളസ്ട്രോളിന്റെ അളവിനെ കൂട്ടുകയും ചെയ്യും. അത് വലിയൊരു അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നുണ്ട്, ഈ ബ്ലാക്ക് കറണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ കിഡ്നി ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത് സഹായപ്പെടുന്നുള്ളത് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി യൂറിനറി സ്റ്റോൺ അതില്ലാതാക്കാനും നമ്മുടെ കിഡ്നി മറ്റേ യൂറിൻ പാസേജ് നല്ല രീതിയിലാക്കാനും ഒരുപാട് സഹായിക്കും എന്ന് പറയും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തുള്ളത് ചെറി എന്ന് പറയും. ചെറി എല്ലാവർക്കും അറിയാം. ഇപ്പൊ ചെറി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ, നമ്മളുടെ നീർക്കെട്ട് അങ്ങനെയൊക്കെയില്ല, നമുക്ക് എന്തെങ്കിലും പൊട്ടലോ ഇതൊന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരണം, അതിന് ഒരു പരിധി വരെ തടയാനും പല രോഗങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നു ചെറി. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാനായിട്ട് ഈ ചെറി സഹായിക്കുന്നു. പിന്നെ നമ്മുടെ മസിൽസ് പെയിൻ, വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മസിൽ പെയിൻ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ വരും, അതിനെയൊക്കെ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്യാൻസർ വരാനുള്ള റിസ്കിനെ കുറയ്ക്കുന്ന ഒരു പദാർത്ഥം നമ്മുടെ ചെറിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്കൊരു ന്യൂട്രീഷണൽ പാക്ക് എന്ന് തന്നെ പറയാം ഇത് ചെറി എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ വരുന്നത് റെഡ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്ക വിഭാഗത്തിൽ പെടുന്നതാണ് ഈ റെഡ് കറണ്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നതിൽ എന്ന് വെച്ചാൽ ശരിക്കും നാര് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ദഹനത്തെ നല്ല രീതിയിൽ സഹായിക്കും, ഡൈജസ്റ്റീവിനെ സഹായിക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാക്കും. പിന്നെ ഈ കൊളാജൻ പ്രൊഡക്ഷനെ കൂടുതൽ സഹായിക്കും, നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ കൂടുതൽ നമ്മുടെ സ്കിന്നിനെ സഹായിക്കും. പിന്നെ RBC ഇല്ലേ, റെഡ് ബ്ലഡ് സെൽസ്, അതിന്റെ നിർമ്മാണത്തിന് സഹായിക്കും. അപ്പം അതാണ് റെഡ് കറണ്ടിനെ കുറിച്ച് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു എൽഡർ ബെറി എന്ന് പറഞ്ഞിട്ടാണ്. അത് എന്ന് വെച്ചാൽ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയതാണ്, ആന്റി ഓക്സിഡന്റ് പവർ ഉള്ളത്. പിന്നെ നമ്മൾ ഇതിന് നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ
തടയാനും ഹൃദയത്തെ നല്ല സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. പിന്നെ നമ്മുടെ ലങ്സിന് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ഈ എൽഡർ ബെറി എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കും. പിന്നെ അതുപോലെയുള്ള വേറൊരു ഫുഡാണ് ഗോജി ബെറി എന്ന് പറയുന്നത്. ഈ ഗോജി ബെറി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് സംരക്ഷണം നൽകുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മറ്റേതൊക്കെ പോലെ തന്നെ. പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട്, പിന്നെ നമുക്ക് ഹെൽത്തി സ്കിൻ ഉണ്ടാവും, ബ്ലഡ് ഷുഗർ, ഡിപ്രഷൻ, ആൻസൈറ്റി ഇങ്ങനെ പോലുള്ളത് ഉണ്ടാവും. പിന്നെ ഉള്ളത് അസൈബെറി എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഇതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ളതുമാണ്. പിന്നെ നമ്മുടെ ഈ സെൽസ് ഒക്കെ നശിച്ചു പോകും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കും ഈ അസൈബെറി. അങ്ങനെ പല പല കാര്യങ്ങൾ പല പല കാര്യങ്ങള് ഇതുപോലെ പല പല ഫ്രൂട്ട്സുകൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇതിൽ നമ്മൾ പറയുമ്പോൾ മേജർ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? എല്ലാം ഒരുവിധം എല്ലാം നമ്മുടെ ശരീരഘടനയിൽ വരുന്ന എല്ലാത്തിനെയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാർട്ടിന്റെ പറയുന്നത്, ക്യാൻസർ വരുന്നത് നമ്മൾ അതിന്റെ റിസ്ക് കുറയ്ക്കുന്നു, ലിവറിന്റെ ഫങ്ഷൻസ്, ലങ്സ് എല്ലാം പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്ന്, ഹെയർ, നമ്മളുടെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്. അപ്പൊ നമ്മളൊന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോള് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരുവിധം മിക്ക രോഗങ്ങളെ തടയാനായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ഈ ഓൺ ആൻഡ് ഓണിന്റെ ഈ പ്രോഡക്റ്റ് 95 എന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ഇതൊരു ഞെട്ടുന്നില്ലേ, നമ്മളൊരു സിപ്പപ്പ് പോലെയുള്ള ഒരു സാഷെ പാക്കറ്റ് പോലെയാണ് ഒരു നീളം. അപ്പൊ അത് അതിന്റെ ആ ആന്റി ഓക്സിഡന്റ് അതിന്റെ ആ ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പാക്കറ്റ്. അപ്പൊ അത്രയും അവരെന്താണ് കീൻ ആയിട്ട് അത് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ച് രാവിലെ തന്നെ വെറും വയറ്റില് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 2 നേരം കഴിക്കുക. അത് നേരെ ഒഴിക്കുന്നത് നമ്മൾ സ്റ്റീൽ ഇതിലൊന്നും ഉപയോഗിക്കരുത്, സ്റ്റീൽ സ്പൂണോ ഒന്നും ഉപയോഗിക്കരുത്. നേരിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്ലാസിന്റെ ഒരു ഇതിൽ ഒഴിക്കുക. നമ്മൾ അത്രയും തന്നെ വെള്ളം ചേർക്കുക, നല്ല തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നമ്മൾ കുടിക്കുക. ഒരുപാട് നേരം തുറന്നു വെക്കുകയും ചെയ്യരുത്. ഒറ്റയ്ക്ക് വലിച്ചു കുടിക്കരുത്. അത് വെള്ളം കുടിക്കുന്നതായാലും നമ്മൾ ഒറ്റയ്ക്ക് വലിച്ചു കുടിക്കാൻ പാടില്ല. ചെയ്ത് നമ്മളത് കുടിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗർഭിണികൾക്കും ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവർക്കും ഇത് കൊടുക്കാൻ വെച്ചാൽ ആ സമയത്ത് അവർ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് അത് കൊടുക്കാം. പിന്നെ ഇൻ കേസ് നോർമൽ കേസിലുള്ള ആൾക്കാർക്ക് ചിലവർക്ക് ഈ അലർജി പ്രോബ്ലം, ചിലവർക്ക് അലർജി വരാം, മാക്സിമം വരില്ല. എന്നാലും വരുന്നവരാണെങ്കിൽ അതൊന്ന് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തുക. എന്നിട്ട് പിന്നെ ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കുക. വീണ്ടും വരികയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ടേ കഴിക്കാവുള്ളൂ. അങ്ങനെയുള്ളൂ. ഇതുവരെ അങ്ങനെ വന്നതായിട്ട് എന്റെ അറിവിൽ ഇല്ല. പറഞ്ഞതാണ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതി. ഇത് ഒരുവിധം രോഗങ്ങളെ ഇപ്പൊ പാർക്കിൻസൺസ്, ബ്രെയിൻ, അത് എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇത് അൾഷിമേഴ്സ്, അങ്ങനെയുള്ള പല രോഗങ്ങളെ ഇത് ഇതാക്കും. ഇപ്പൊ നമ്മളുടെ എന്താ പറയണ, ഇത് നമ്മള് ഒരു തേടി പിടിച്ച് നമ്മൾ പോയിക്കണ്ട. ആരോഗ്യം വേണം എന്നുള്ളവര് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്തിരിക്കും. ആരോഗ്യം വേണം എന്നുള്ളവര്, നമ്മളിപ്പോ അവരെ നിർബന്ധിക്കേണ്ട കാര്യം വരുന്നില്ല അതിൽ. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, ധൈര്യപൂർവ്വം ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. നമ്മൾ പറയുന്നത് ഇത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പ്രോഡക്റ്റ് എന്റെ ഉമ്മാക്കാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോ ഇത്രയും ഹാൻഡി ഡോക്ടർ ഉമ്മാക്ക് ഒരു ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഭയങ്കര കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള 2-3 പ്രാവശ്യം കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, അപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന കാരണം ഞങ്ങളുടെ അമ്മയുടെ അപ്ലൈ ലീഡറായ പ്രവീൺ സാർ വഴിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം ഒന്നും ഞാൻ ഇതിൽ കയറിയില്ല. പ്രവീൺ സാർ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും ഓക്കെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കളയും. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, ഒന്നാം തീയതിയിൽ ഒരു സാധനം ഉപയോഗിച്ചിട്ട്, അങ്ങനെ ഫസ്റ്റ് ഞാനൊരു പേസ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രവീൺ സാർ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ എനിക്ക് എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു മാജിക്കൽ പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ വരണേന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ പതുക്കെ പതുക്കെ പെട്ടെന്ന് ചാടി കയറിയൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ച കവച് പ്രാശം
95 നല്ലൊരു വ്യത്യാസം വന്നപ്പോ ഉമ്മാട് ഇപ്പം ഒക്കെ നിറഞ്ഞുകൊണ്ട് അപ്പൊ മറ്റുള്ളവർ പറയുമ്പോൾ മറ്റേ സംസാരിക്കുമ്പോൾ ഭയങ്കര ശ്വാസമുട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളെ ഇവിടെ വീട്ടിൽ വന്നവരൊക്കെ വ്യത്യാസം കാണാനുണ്ട്. പിന്നെ ഈ 95 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു, ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു സ്കിന്നിനൊക്കെ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എല്ലാം കഫിനില്ലത് കഫമൊക്കെ നന്നായി പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര വിശ്വാസം തോന്നിയതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ഇപ്പൊ ഉമ്മാക്ക് മോറോ ലൈഫ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി ഞങ്ങളുടെ റിലേറ്റീവ്സിൽ കുറെ പേരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് അതില് സ്ട്രെസ് ഉള്ളവർക്ക് ബിസിനസ്സുകാര് അതങ്ങനെ എല്ലാ പ്രോഡക്ട്സും എല്ലാവരും നല്ല എന്താ പറയണത് എല്ലാവരും വിശ്വാസത്തോടു കൂടി തന്നെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിൽ വന്നപ്പോ ഏറ്റവും ഭയങ്കര എന്താ പറയുന്നത് പിന്നെ വർക്ക് ചെയ്യണമെന്ന് തോന്നാൻ കാരണം നമ്മുടെ പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും എന്നെ കേട്ടിരുന്ന എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.